G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ പാണവള്ളി സ്ഥിതി ചെയ്യുന്ന പുരാതന ശിവക്ഷേത്രമാണ് നാൽപ്പത്തെണ്ണീശ്വരം ശിവക്ഷേത്രം. 108 ശിവാലയ സ്തോത്രത്തിൽ 2 ചേർത്തലകളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതിലൊന്നാണ് നാൽപ്പത്തെണ്ണീശ്വരം ശിവക്ഷേത്രവും മറ്റൊന്ന് വേളാർവെട്ടം മഹാദേവ ക്ഷേത്രവുമാണ്. കഥകളിക്ക് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രം കൂടിയാണ് നാൽപ്പത്തെണ്ണീശ്വരം. വർഷത്തിൽ മിക്ക ദിവസങ്ങളിലും നാൽപ്പത്തെണ്ണീശ്വരൻ്റെ തിരുമുമ്പിൽ കഥകളി വഴിപാടായി നടത്താറുണ്ട്. കിഴക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ്. വൈഷ്ണവവംശഭൂതനായ ശ്രീ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. പരശുരാമ പ്രതിഷ്ഠിതമായ നാൽപ്പത്തെണ്ണീശ്വര തപ്പൻ ഇവിടെ കിരാതമൂർത്തിയായി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. പാണ്ഡവരുടെ വനവാസകാലത്ത് കൂടുതൽ ആയോധന വിദ്യകളും ശക്തിയും കൈവരാനായി പശുപതിയെ മനസ്സിൽ ധ്യാനിച്ച് തപസ് ആരംഭിച്ചു എന്ന് പറയുന്ന സ്ഥലം കൂടിയാണ് ഇത്. അർജുനനിൽ സംപ്രീതനായ ഭഗവാൻ ദേവീസമേതം കാട്ടാളവേഷത്തിൽ അർജുനനെ പരീക്ഷിക്കുകയും തുടർന്ന് കിരീടിക്ക് അതായത് പാർത്ഥന് പാശുപതാസ്ത്രം സമ്മാനിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അർജുനന് പാശുപതം കൊടുത്ത് അനുഗ്രഹിച്ച് കിരാതനമൂർത്തി സങ്കല്പമാണ് പാണവള്ളി നാൽപ്പത്തെണ്ണീശ്വരത്തെന്ന് ഐതിഹ്യം. പാണ്ഡവർ ദേശാടനത്തിനിടയിൽ ഇവിടെ വരികയുണ്ടായെന്നും വളരെ നാൾ ഇവിടെ താമസിച്ചിരുന്നുവെന്നും അങ്ങനെ പാണ്ഡവർ വെളിയായി എന്ന് അറിയപ്പെട്ട ഈ ദേശം പിന്നീട് പാണവള്ളിയായി എന്നാണ് ഐതിഹ്യം. ഇനി അല്പം ചരിത്രം പറയാം. പാണവള്ളി നാൽപ്പത്തെണ്ണീശ്വരം ക്ഷേത്രം 48 ഇല്ലക്കാരുടെ വക ആയിരുന്നു. 48 ഇല്ലക്കാർക്ക് അധികാരസ്ഥാനമുണ്ടായിരുന്നതിൽ ക്ഷേത്രം നാൽപ്പത്തെണ്ണീശ്വരം എന്നും ക്ഷേത്രേശ്വരൻ നാൽപ്പത്തെണ്ണീശ്വര തപ്പൻ എന്നും അറിയപ്പെട്ടു പോന്നു. ഈ 48 ഊരളർമാർ ആരൊക്കെയായിരുന്നെന്നും അവരുടെ മന ഏതൊക്കെയായിരുന്നു എന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിൽ പല ബ്രാഹ്മണ കുടുംബങ്ങളും അന്യം നിന്നു പോയിരിക്കുന്നു. തുടർന്ന് വടക്കുംകൂർ കൊച്ചി രാജാധികാരങ്ങൾ ക്ഷേത്രഭരണം കൈയാളുകയും പിന്നീട് 5 കൈമൾക്ക് ക്ഷേത്ര കൈമൾ സ്ഥാനം കിട്ടുകയും ചെയ്തു. ദേശനാഥന് ഉതകും വണ്ണം പ്രൗഢഗംഭീരമായി തന്നെ ക്ഷേത്ര നിർമ്മാണം നടത്തിയിരുന്നു. ദ്രാവിഡീയ കേരള ശില്പ വൈദഗ്ധ്യം നമുക്ക് ഇവിടെ കാണാം. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മഹാക്ഷേത്രമായി അറിയപ്പെട്ടിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 2ാം ചേര സാമ്രാജ്യത്തിൻ്റെ സംഭാവനയാവാം ഈ ക്ഷേത്ര സമുച്ചയം. എന്തായാലും ക്ഷേത്രം പ്രശസ്തിക്ക് ഉതകുന്ന വണ്ണമുള്ള നിർമ്മാണ ശൈലിയും ഗാംഭീര്യവും ക്ഷേത്രത്തിന് ഇന്നുമുണ്ട്. ഒരു കാലത്ത് 48 ഇല്ലക്കാരുടെ സ്വന്തമായിരുന്നു അത്രേ ഈ നാൽപ്പത്തെണ്ണീശ്വരം ക്ഷേത്രം. അന്നു തുടങ്ങി വെച്ച പല ആചാരങ്ങളും ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. ഈ നാൽപ്പത്തെണ്ണീശ്വരത്തെ പ്രധാന പ്രതിഷ്ഠ പാർവതീ സമേതനായ കിരാതമൂർത്തിയാണ്. പ്രതിഷ്ഠാസങ്കല്പം സർവാഭിഷ്ടദായകനായി കിരാതമൂർത്തിയായി സങ്കല്പത്തിലുള്ള ചുരുക്കം ചില മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാണവള്ളി നാൽപ്പത്തെണ്ണീശ്വരം ക്ഷേത്രം. കുന്തിയുടെ പുത്രനായ പാർത്ഥന് പാശുപതം കൊടുത്ത് അനുഗ്രഹിച്ചതുപോലെ പൃഥ്വിയുടെ പുത്രന്മാരായ നമ്മളെയും കിരാതമൂർത്തി അനുഗ്രഹിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഗണപതി, ദുർഗാദേവി, ചൊവ്വ ഭഗവതി, വരാഹമൂർത്തി, അയ്യപ്പൻ, നാഗരാജാവ്, നാഗയക്ഷി, രക്ഷസ് എന്നിവർ ഉപദേവതകളായും പഞ്ചപൂജാവിധികളും 3 ശീവേലികളും പടിത്തരമായുള്ള മഹാക്ഷേത്രമാണ് നാൽപ്പത്തെണ്ണീശ്വരം. പുലർച്ചെ 5 മണിക്ക് നട തുറക്കുന്ന നട ഉച്ചയ്ക്ക് 12 മണിക്ക് അടച്ചു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് ദീപാരാധനയ്ക്ക് മുൻപായി വീണ്ടും നട തുറന്ന് രാത്രി 8 മണിയോടെ അത്താഴ ശീവേലിക്ക് ശേഷം അടയ്ക്കുന്നു.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.